ബഥനി മലനിരകൾ. മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ബഥനി വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ബഥനിയിലെ വിശുദ്ധ മാർത്ത, മറിയം, ലാസർ ഈ വിശുദ്ധരുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ മൂന്ന് വ്യക്തിത്വങ്ങൾ നമുക്ക് ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഭക്തിമാർഗത്തിൻ്റെയും അതോടൊപ്പം തന്നെ ജ്ഞാനമാർഗത്തിൻ്റെയും കർമ്മമാർഗത്തിൻ്റെയൊക്കെ ഒരു സമ്മിശ്രമായ അടയാളമാണ് ബഥനിയിലെ വിശുദ്ധർ. കർമ്മനിരതയായ മാർത്ത, പ്രാർത്ഥനാനിരതയായ മറിയം, പുനരുത്ഥാനത്തിൻ്റെ അഥവാ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ അടയാളമായ ലാസർ. ഈ മൂന്ന് വ്യക്തിത്വങ്ങൾ ഇന്ന് നമ്മുടെ ഈ ലോകത്തിന് അവർ നൽകുന്ന വലിയ സന്ദേശം ഏറ്റെടുത്തുകൊണ്ടാണ് ബഥനി ആശ്രമസ്ഥർ, അതോടൊപ്പം തന്നെ ബഥനി മഠം, ഈ സന്യാസ ജീവിതം നയിക്കുന്ന സഹോദരങ്ങളും സഹോദരിമാരും ജീവിക്കുന്ന പശ്ചാത്തലം ഇപ്രകാരമാണ്. ബഥനി എന്ന് പറയുന്നത് നാം വിശുദ്ധ ബൈബിളിൽ കണ്ടുമുട്ടുന്നുണ്ട്. കർത്താവ് അവിടെയാണ് വിശ്രമിച്ച സ്ഥലം. കർത്താവ് ബഥനിയിലൂടെ തൻ്റെ ആ വിശ്രമവും ആശ്വാസവും ഒക്കെ കണ്ടെത്തി. അതിനേക്കാൾ ഉപരിയായിട്ട് മിശിഹായുടെ പരസ്യ ജീവിതകാലത്ത് അവിടത്തേക്ക് വസിക്കുവാൻ ഒരിടം ലഭിച്ചു എന്നുള്ളതാണ്. അതാണ് ബഥനി. ഇന്നും ഈ ഒരു വലിയ ലക്ഷ്യമാണ് ബഥനിയിലെ സന്യാസികൾ പ്രത്യേകമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത്. നാം ചിന്തിച്ചു നോക്കുക, വിശുദ്ധ ബൈബിളിൽ ഈശോയുടെ ജനന സമയത്ത് ഈശോയ്ക്ക് വസിക്കുവാൻ ഒരിടമില്ല, അഥവാ മറിയത്തിന് പ്രസവിക്കുവാനായിട്ടൊരു സ്ഥലം കിട്ടാതെ ഇങ്ങനെ തിരയുകയാണ്. ആരും ഒരു സ്ഥലം കൊടുക്കുന്നില്ല. അങ്ങനെ ഇതാ ഒരു അഭയാർത്ഥിയെ പോലെ മറിയവും യൗസേപ്പും ഇങ്ങനെ നടക്കുകയാണ് ഒരു സ്ഥലം തേടി. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, യേശു പറയുന്നുണ്ട്, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുണ്ട്, മനുഷ്യപുത്രന്, ദൈവത്തിൻ്റെ പുത്രന് തല ചായ്ക്കാൻ ഇടമില്ല എന്ന് പറയുന്ന മിശിഹായെ നമ്മൾ ബൈബിളിൽ കണ്ടെത്തുന്നുണ്ട്. വീണ്ടും നമ്മൾ കർത്താവിൻ്റെ മരണസമയത്ത് കർത്താവിനെ അടക്കം ചെയ്യാനായിട്ട് സ്ഥലമില്ല, ഒരു കല്ലറയില്ല. അതും ഇതാ മറ്റൊരാൾ സംഭാവന ചെയ്യുകയാണ് കല്ലറ കർത്താവിനെ അടക്കം ചെയ്യുവാനായിട്ട്. ഇങ്ങനെ മിശിഹായുടെ ജീവിതം മുഴുവൻ സ്ഥലമില്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ ആ സ്ഥലത്തിനു വേണ്ടി ഇതാ മിശിഹ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിനൊക്കെ ഉത്തരം നൽകുന്ന ഒരു സ്ഥലമാണ് ബഥനി. ബഥനി എന്ന് പറഞ്ഞാൽ അത് കർത്താവിന് വസിക്കുവാനുള്ള ഒരു ഇടം കൊടുക്കുകയാണ്. ലോകത്തിൽ നമ്മൾ ഇന്ന് ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും ഇതുപോലെ വസിക്കുവാൻ ഇടമില്ലാത്ത ധാരാളം ആളുകൾ നമ്മുടെ മുൻപിൽ തേങ്ങലോടെ നിൽക്കുമ്പോൾ ബഥനി അവർക്കുത്തരമാണ്. കർത്താവ് ഇപ്രകാരം തൻ്റെ ഉപമയിലൂടെ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് വിശന്നു വന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ ദാഹിച്ചു വന്നു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ വസ്ത്രമില്ലാതിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് വസ്ത്രം നൽകി. ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. ഇത് കർത്താവ് പറയുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, കർത്താവ് എപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്? അപ്പോൾ മിശിഹ മറുപടി പറയുകയാണ്, നിങ്ങളിത് ചെയ്തത് എൻ്റെ ഈ ചെറിയവരിൽ, ഈ സമൂഹത്തിലെ ചെറിയ ആളുകൾക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് ബഥനിയുടെ പ്രവർത്തനം ഇത് തന്നെയാണ്. ഈ സമൂഹത്തിലെ ചെറിയവരെ ഉൾക്കൊള്ളുക, ചെറിയ ആളുകൾക്ക് ഇത് ചെയ്തു കൊടുക്കുക. കർത്താവ് ഏറ്റവും അധികം സന്തോഷിച്ച ഒരു ഭവനമായിരുന്നു ബഥനി. നാം ഇന്ന് ബഥനിയിലെ ഓരോ അംഗങ്ങളും ഇന്ന് ലോകത്തിന് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: കർത്താവിനെ ഉൾക്കൊള്ളുവാൻ, കർത്താവിനെ വസിക്കുവാൻ, കർത്താവിന് ആശ്വാസം കൊടുക്കുന്ന ഒരു സ്ഥലമായി, ഒരു വ്യക്തിയായി നമ്മൾ മാറുക എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ ഈ ലോകത്തിന് നൽകേണ്ട ഏറ്റവും വലിയ സന്ദേശം. അപ്പം നമ്മുടെ ഈ ബഥനിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഏവർക്കും സന്തോഷിക്കുവാനുള്ള ഒരു കാര്യം ഇതാണ്: ബഥനിയിലെ ഓരോ സഹോദരങ്ങളും സഹോദരിമാരും ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: കർത്താവിന് ഇടം കൊടുക്കുന്നവരായി മാറുക. ഇന്ന് പലരും കർത്താവിനെ, മിശിഹായെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ബഥനി അവിടെ നൽകുന്ന ഏറ്റവും വലിയ മാതൃക എന്താണ്? ഇതാ കർത്താവിന് വസിക്കുവാനുള്ള ഒരു ഇടം ഒരുക്കുകയാണ്. ബഥനിയിലെ ഓരോ അംഗങ്ങളും
കർത്താവിനെ പണിതുയർത്തുന്നവരാണ്, അഥവാ മിശിഹായിക്ക് ആശ്വാസം കൊടുക്കുന്നവരാണ്. അത് തങ്ങളുടെ വ്യക്തി ജീവിതത്തിലൂടെയാണ്. ഓരോ വ്യക്തിയും, പ്രത്യേകിച്ച് ഓരോ സന്യാസിയും തങ്ങളുടെ ജീവിത മൂല്യങ്ങളിൽ അടിയുറച്ച് ജീവിക്കുമ്പോൾ, തങ്ങളുടെ ജീവിതത്തിന്റെ നന്മകൾ ലോകത്തിന് പകർന്നു കൊടുക്കുമ്പോൾ അവരിലൂടെയാണ് ഈശോ വസിക്കുന്നത്, അവരിലൂടെ ഈശോ മഹത്വപ്പെടുന്നു. ഈ മഹത്വമാണ് ബഥനിയുടെ ഏറ്റവും വലിയ സന്ദേശം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ബഥനിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ബഥനിയിലെ മാർത്തയും മറിയവും ലാസറും 3 അടയാളങ്ങളായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും പ്രതീക്ഷയുടേതുമായ ഈ അടയാളങ്ങൾ ഇന്ന് ലോകത്തിന് ആവശ്യമായിരിക്കുന്നു. ഓരോ ബഥാനിയനും ഇത് നൽകുവാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന് ഈ ബഥനിയുടെ സന്ദേശം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ തിരുനാളിൻ്റെ ഈ വേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം എല്ലാവിധമായ തിരുനാൾ ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.